അപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം റിട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് കോടതിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ളവയാണ്. പ്രധാനപ്പെട്ട റിട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്യോററി. പ്രധാനമായും 5 തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 അനുസരിച്ചാണ്. ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതാണ് ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 അനുസരിച്ചാണ്. ഒരു കാര്യം ഓർക്കുക, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രാമാണിക രേഖയാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് പ്രത്യക്ഷപ്പെട്ടത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വാക്കാണ്. അതുപോലെ തന്നെ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അതുപോലെ തന്നെ മാൻഡമസ്. മാൻഡമസിന്റെ അർത്ഥം എന്താണ്? വി കമാൻഡ്, നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്നതാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥാപനത്തിനെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് അല്ലെങ്കിൽ റിട്ടാണ് ഏത് റിട്ട്? മാൻഡമസ് എന്ന് പറയുന്ന റിട്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് കോവാറന്റോ. കോവാറന്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അധികാരം, അതായത് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥാനത്ത് ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്ന വ്യക്തിക്കെതിരെ ഉള്ളതാണ് കോവാറന്റോ റിട്ട്. അതുപോലെ നിയമവിരുദ്ധമായിട്ടും അതുപോലെ നീതിരഹിതമായിട്ടുമുള്ള വിചാരണ തടയാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. അതായത് ഒരു കീഴ്ക്കോടതി തന്റെ അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയാൻ വേണ്ടിയുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ റിട്ട്. അതുപോലെ തന്നെ കീഴ്ക്കോടതിയിൽ നിന്നും ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സെർഷ്യോററി റിട്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ്. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP. നിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്ത് 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദം അല്ലെങ്കിൽ ആ വകുപ്പുകൾ നിർദ്ദേശക തത്വങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. അതുപോലെ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ കുറിച്ച് പറയപ്പെടുന്ന ഭാഗം പാർട്ട് 4 ആണ്. അതായത് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗമാണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല, ദാറ്റ് ഈസ് നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 37. അതായത് ഒരു പൗരന് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നോൺ ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ. അതേസമയം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? അത് ജസ്റ്റിഫയബിൾ ഇൻ നേച്ചർ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളെയാണ്.
തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 39 സ്മോൾ ലെറ്റർ ഡി ആണ്. ആർട്ടിക്കിൾ 39 ഡി. അതുപോലെ തന്നെ തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ പരിരക്ഷയും അനുശാസിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 39 എ. 39 ക്യാപിറ്റൽ എ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്രാമസഭയുടെ രൂപീകരണം പറയുന്നത് ആർട്ടിക്കിൾ 40 ആണ്. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. ഇന്ത്യയിൽ ആദ്യമായി യൂണിഫോം സിവിൽ കോഡ് നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അതുപോലെ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും അവരുടെ വിദ്യാഭ്യാസത്തെയും പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45. അതുപോലെ മദ്യനിരോധനത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 47 ആണ്. അതുപോലെ തന്നെ ഗോവധ നിരോധനത്തെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 48 ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗോവധ നിരോധനം നടപ്പിലാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ ആർട്ടിക്കിൾ 48 എ. ആർട്ടിക്കിൾ 48 എ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48 എ. ജുഡീഷ്യറി അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 50. അതുപോലെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കാനുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം 51, ആർട്ടിക്കിൾ 51. നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് സപ്രൂ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കമൻസ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് രേഷ്മ സുബു സൈനിങ് ഓഫ്.